ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ നേരെ എൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ ആകെ അലക്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അലമാര. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വന്നാൽ ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടങ്ങ് പോവും. അടിക്ക് പറക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ നിറയെ സാരികളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഒന്ന് അടുക്കി വയ്ക്കാനായിട്ട്. സാരികളൊക്കെ തന്നെ എടുക്കാതിരുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്മെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെയിലത്തൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാരീസേ ഉള്ളൂ, അത് വച്ചിട്ടൊരു സാരി കളക്ഷൻ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. ആദ്യം ഇതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. ഒരു ഓറഞ്ച് എന്ന് പറയാനും പറ്റില്ല, ഒരു മെറൂൺ എന്ന് പറയാനും പറ്റില്ല, അങ്ങനെ ഒരു കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു സാരിയാണിത്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ്ങിന് ഒരു 3 സാരീസ് എടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ സാരി ഇതാണ്. ഈ സാരിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഉടുത്തിട്ട് പോയത്. താലി കെട്ടുന്ന സമയത്തൊക്കെ ഈ സാരിയാണ്. പിന്നുള്ള 2 സാരി എന്ന് പറയുന്നത് അത് ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന സാരിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. നിറയെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൊരു സാരിയാണ്. ഉൾഭാഗത്തായാലും നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു സാരി കൂടിയാണിത്. ഇതിൻ്റെ ബ്ലൗസും സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലും ചെറിയൊരു സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ സാരി. ഇതും വെഡ്ഡിങ് സാരി തന്നെയാണ്. ഇത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാരിയാണ്. ഈ സാരി ഉടുത്തിട്ടാണ് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള സാരിയാണിത്. ഇതും അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ളൊരു സാരിയാണ്. ഇതാണ് ബോഡി പാർട്ട് വരുന്ന ഡിസൈൻ. ഇതാണ് മുന്താണിയിൽ വരുന്നത്. എടുക്കാതിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചുളിവൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്ക് തന്നെ ഇതിലും വരുന്നുണ്ട്. നല്ല വെയിറ്റും ഉള്ള സാരിയാണ്. ഇതിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലൗസും വന്നിട്ടുള്ളത്. അതിലും ചെറിയൊരു സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതും അടുത്തത് ഒരു സെറ്റ് സാരിയാണ്. ഇതും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. നമ്മൾ വെഡിങ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സാരിയാണ് വെയർ ചെയ്യുന്നത്. നല്ലൊരു ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരു സാരിയാണ്. നല്ലൊരു ത്രെഡ് വർക്ക് അതിലുണ്ട്. ഇതാണ് മുന്താണി വരുന്ന ഭാഗം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ്. അത് വീഡിയോയിൽ അധികം കാണുന്നില്ല. നല്ലൊരു ഗോൾഡ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ബോഡിയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ലൊരു ഹാൻഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. ബോഡി ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഡിസൈനും ഇതുപോലെ വലിയ ഡിസൈനും വന്നിട്ടുള്ളൊരു സാരിയാണിത്. ഇതുപോലൊരു വലിയ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസും സെയിം പാറ്റേൺ തന്നെയാണ്. അത് വലിയ വർക്കൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് ഉടുക്കുമ്പോൾ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കൊക്കെ വരും. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് വെയർ ചെയ്തിരുന്ന ഒരു ധാവണി സെറ്റാണ്. ഒരു ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ധാവണി സെറ്റാണിത്. ഇതിൻ്റെ ബ്ലൗസും ആ സ്കേർട്ടിൽ ഒരു ഷെയ്ഡ് വന്നിട്ട് ഉള്ളൊരു ബ്ലൗസാണ്. അതുപോലെ തന്നെ ഈ സ്കേർട്ടിൽ വന്നിട്ടുള്ള ഒരു ലേസും ആ ബ്ലൗസിലും ഉണ്ട്. നിറയെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൊരു ധാവണി സെറ്റാണിതും. പിന്നെ ഇതിൻ്റെ ഷോളെന്ന് പറയുന്നത് അതിലും നിറയെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. ഒരു ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ ആ സ്കേർട്ടിലെ പോലെ തന്നെ ഈ ഷോളിൻ്റെ എഡ്ജ് ഫുള്ളായിട്ട് ആ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഉടുക്കുമ്പോഴൊക്കെ അധികം വണ്ണമൊന്നും തോന്നത്തില്ല. നല്ല ഒരു ഒതുങ്ങിക്കിടക്കുന്ന ഒരു ധാവണി സെറ്റാണ്. അടുത്തതായിട്ടുള്ളത് ഒരു കുബേര സാരിയാണ്. ഇതും നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറായിട്ടുള്ളൊരു സാരിയാണ്. ഇതാണ് എൻ്റെ ബോഡി പാർട്ട് വരുന്നത്. എനിക്കും കണ്ട് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. 1-2 പ്രാവശ്യം മാത്രമേ ഇതും ഉടുത്തിട്ടൊക്കെ ഉള്ളൂ. വെയിറ്റൊന്നും ഇല്ലാതെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. നമ്മൾ ഉടുത്തിട്ടുണ്ടെങ്കിലും നല്ലതുപോലെ ഒന്ന് ഒതുങ്ങി റെഡിയായി കിടക്കും. ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് വരുന്നത്.
നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് ഇതിൻ്റെ ബോർഡർ ഡിസൈൻ വരുന്നത്. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് സാരികൾ വാങ്ങും, 1-2 പ്രാവശ്യം ഉടുത്തതിന് ശേഷം അതങ്ങ് മടക്കി വയ്ക്കും. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്. ഞാൻ ഫസ്റ്റായിട്ട് ആരി വർക്ക് ചെയ്യുന്നത് ഈ ഒരു സാരിയുടെ ബ്ലൗസിനാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ നെക്കും സ്ലീവും ഒക്കെ ഞാൻ ആരി വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതെനിക്ക് ചെയ്തെടുക്കാനും പറ്റി. അതുപോലെ തന്നെ ഇതിൽ തുഞ്ചലും ഞാൻ തന്നെ സ്റ്റോൺ ചെയ്തെടുത്തൊരു തുഞ്ചലാണ്. സ്റ്റോണും ബീഡ്സൊക്കെ വെച്ച് ചെയ്തെടുത്തതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതെൻ്റെ എൻഗേജ്മെൻറ്റ് സാരിയാണ്. നല്ലൊരു വെയിറ്റുള്ള സാരിയാണിത്. ഇത് നിറയെ ഇതുപോലെ കട്ട് ബീഡ്സും സ്റ്റോണും ത്രെഡും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളൊരു സാരിയാണ്. നല്ല ഒരു വെയിറ്റുള്ള സാരിയാണ്. ഉത്തിട്ടൊക്കെ നടന്നു പോകാനൊക്കെ നല്ല പാടാണ്. ഒരു ഡാർക്ക് കളറാണ് കേട്ടോ അത്. ബ്ലൗസും സെയിം പാറ്റേൺ ആണ്. ബ്ലൗസിൽ അധികം വർക്കൊന്നുമില്ല. പിന്നെ അടുത്തതും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സാരിയായിരുന്നു. ഒരു ഡാർക്ക് യെല്ലോ, ബ്ലാക്ക് അങ്ങനെ 2 ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു സാരിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് വരുന്നത്. ഇതിലും ചെറിയൊരു സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട്. കൂടുതലും എനിക്ക് പട്ടുസാരികളാണ് ഉള്ളത്. കാരണം എന്തെങ്കിലും ഒരു വെഡ്ഡിങ് ഫംഗ്ഷനോ എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും അത് വാങ്ങുന്നത്. പിന്നെ അത് 1-2 പ്രാവശ്യം യൂസ് ചെയ്യും, പിന്നെ എടുക്കില്ല, മടക്കി വെച്ചേക്കും. ഇതാണ് അവസ്ഥ. ഇതും അതുപോലെ തന്നെയുള്ളൊരു സാരിയാണ്. ഇതും എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സാരിയായിരുന്നു. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഡാർക്ക് കളറല്ല, ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ്. ഇതും നിറയെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ട് ഇത് ഇങ്ങനെ പകുതിയെന്ന് മാത്രമേ ഡിസൈനുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ബോഡി വരുന്നത്. ബാക്കി ഫുള്ളായിട്ട് മൊത്തം ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ എഡ്ജ് ഇതുപോലെ ലേസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ആ ലേസിൻ്റെ അതേ സെയിം കളറിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ്. അതിലും ഞാൻ ചെറിയൊരു സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ലേസ് പോലെ. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ മുന്താണിയുടെ പാർട്ട് വരുന്നത്. ബോഡി പാർട്ട് ഇത് ഇങ്ങനെയാണ്, ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്. നല്ല ലൈറ്റ് കളറാണ്. നമ്മൾ ഉടുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒതുങ്ങി, അതുപോലെ കോട്ടൺ സാരികളൊക്കെ ഉടുക്കുന്ന പോലെ ആ ഒരു ടൈപ്പ് സാരിയാണിത്. അതിൻ്റെ ബ്ലൗസും സെയിം പാറ്റേൺ ആണ്. ഒരു ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു സാരിയാണിത്. ഇതും ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ളൊരു സാരിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് വരുന്നത്. പിന്നെ ഇതും മുന്താണിയുടെ ഭാഗമാണ്. പിന്നെ അകത്തേക്ക് വലിയ ഡിസൈനൊന്നുമില്ല, ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ വന്നിട്ടുള്ളൂ. ഇതിലും ചെറിയ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലൗസും വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു പ്ലെയിൻ സെറ്റ് സാരിയാണ്. പിന്നെ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളൊരു സെറ്റ് സാരിയും കൂടി ഉണ്ട്. നല്ലൊരു പീക്കോക്ക് ഡിസൈൻ വന്നിട്ടുള്ളൊരു സെറ്റ് സാരിയാണിത്. ബോഡി പാർട്ടിലും ചെറിയ ചെറിയ പീക്കോക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് മുന്താണിയിലാണ്. മുന്താണി ഭാഗത്തും ഇതുപോലെ 3 വലിയൊരു പീക്കോക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു സാരിയാണ്.
ഇതുപോലെ ഉൾഭാഗത്തും ചെറിയ ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്. ഇതിനെന്ന് വെച്ചാൽ നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇതിന് വെയർ ചെയ്യാം. ഇത് 1-2 ഷെയ്ഡ് ആ പീക്കോക്ക് ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്യുവർ കോട്ടൺ സാരിയാണ്. ഇതും ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതും ഒരു ലൈറ്റ് ക്രീം കളർ സാരിയാണ്. പിന്നെ ഇതിൽ ചെറിയ ഇതുപോലുള്ളൊരു പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. നമുക്കത് നല്ലപോലെ നോക്കിയാൽ മാത്രമേ അത് കാണാനായിട്ട് പറ്റൂ. ശരിക്കും നോക്കുമ്പോൾ തോന്നുന്നത് ഒരു പ്ലെയിൻ സാരി ആയിട്ടാണ്. പക്ഷേ ഇത് മുന്താണിയിലെ വർക്ക് വരുന്നതാണ്. ബോഡി പാർട്ട് പ്ലെയിനായിട്ട് തോന്നുമെങ്കിലും ചെറിയ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഈ ഒരു സാരി കൂടെ ഉള്ളൂ. ഈ പ്രിൻ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ ഇതുവരെ എനിക്കിത് ഉടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഉടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ബ്ലൂ കളറിൽ തന്നെയാണ്, പ്ലെയിൻ ബ്ലൗസാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു സാരി കളക്ഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.